നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേ പലപ്പോഴും നമുക്ക് ഈ പ്രതികൂലങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂലങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യണം, അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ വേവലാതിപ്പെടാറുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ഒരു കഥ ഇപ്രകാരമാണ്. പണ്ട് ഒരു സ്ഥലത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക, കാറ്റ് അടിക്കുന്നു, പാടത്തൊക്കെയും വെള്ളം നിറഞ്ഞ് നല്ല ഇടിമുഴക്കത്തോടെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ആ പാടത്ത് ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ശക്തമായ കാറ്റ് അടിക്കുന്നതായ സമയത്ത് ഈ കുതിര എന്തു ചെയ്തെന്നറിയാമോ? ആ കാറ്റിൻ്റെ ഗതിക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പ്രതികൂലമായിരിക്കുന്ന ആ കാറ്റിനെ തൻ്റെ മുഖത്ത് ആ കാറ്റടിക്കാതെ കുതിര ആ പ്രതികൂലത്തിൽ നിന്ന് ബുദ്ധിപൂർവം ജ്ഞാനത്തോടെ അല്ലെങ്കിൽ വിവേകത്തോടെ പ്രവർത്തിച്ച് അതിനെ ഒഴിയുവാനായിട്ട് ഇടയായി തീർന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളതാണ്. അതേ പ്രിയമുള്ള ദൈവജനമേ, ദൈവവചനം വായിക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും നമുക്ക് ലഭിക്കുന്നതായ ദൈവിക ജ്ഞാനം അഥവാ വിവേകം ഉപയോഗിച്ച് നാം പ്രതികൂലത്തെ അതിജീവിക്കുന്നവരായിട്ട് തീരണം. അങ്ങനെ ജ്ഞാനത്തോടെ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് വിവേകശാലികളായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അത് വിജയപ്രദമായി തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.